ഹായ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ വിളയിപ്പിച്ചത്. അതിന് വേണ്ട ചേരുവകൾ: നെയ്യ്, ഒന്നാം പാൽ, രണ്ടാം പാൽ, ശർക്കരപ്പാനി, ഉലുവ വേവിച്ചത്. ആദ്യം നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാതിന് ശേഷം അതിലോട്ട് നെയ്യ് ചേർക്കാം. നെയ്യ് നല്ല മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉലുവ ചേർക്കാം. അങ്ങനെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് വേവിച്ച് വെച്ച് ഉലുവ ചേർത്ത് നല്ല ഇളക്കുക. തീ വളരെ സ്ലോ ആക്കി വെക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. അങ്ങനെ ഉലുവ നല്ല നെയ്യിൽ കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച രണ്ടാം പാൽ ചേർക്കാം. രണ്ടാം പാൽ ചേർത്തതിന് ശേഷം നല്ല ഇളക്കി അതിൽ കിടന്ന് നല്ല വഴന്ന് വരുന്തോറും ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് ഇതിനു വേണ്ടി എടുത്ത ഉലുവ 1 കിലോ ആണ്. അതിലോട്ട് 2 തേങ്ങൻ്റെ പാലും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം നെയ്യും കൂടെയാണ് ചേർത്തത്. മധുരം ആവശ്യത്തിന് ചേർത്താൽ മതി. അങ്ങനെ രണ്ടാം പാലിൽ കിടന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ച ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി കിടന്ന് നല്ല വറ്റി വരുന്തോറും ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ മിക്സും ചേർക്കുമ്പോൾ തീ വളരെ സ്ലോ ആക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ നല്ല തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ശർക്കരപ്പാനിയിൽ. ഇത് നടുവേദനക്കും കാൽമുട്ട് വേദനക്കൊക്കെ നല്ലതാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. അങ്ങനെ ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ല തിളച്ച് വരുന്നുണ്ട്. അത് നല്ല വറ്റി വന്നാൽ നമുക്ക് അതിലോട്ട് എടുത്തു വെച്ച ഒന്നാം പാൽ ചേർക്കാം. അങ്ങനെ നല്ല വറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. അങ്ങനെ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കായി നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിയിട്ടില്ലെങ്കിൽ അത് അടി പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നത്. മൂടി വെച്ച് വേവിക്കരുത്. അങ്ങനെ ഒന്നാം പാലിൽ കിടന്ന് നല്ല തിളച്ച് വരുന്നുണ്ട്. അത് കുറുകും തോറും നല്ല ലേഹമായിരി ആയി വരും. അങ്ങനെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നല്ല വറ്റി വരുന്നുണ്ട്. അതിലുള്ള ശർക്കരപ്പാനി നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാൽ അതൊക്കെ നല്ല അതിൽ കിടന്ന് തിളച്ച് നല്ല കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഉലുവ വിളയിപ്പിച്ചത് റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, ഷെയർ ചെയ്യണേ. അങ്ങനെ നമ്മൾ ഉലുവ വിളയിപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ, ബൈ, സീ യു.